വയനാട് സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മനം കവർന്ന 3 വയസ്സുകാരി നൈസ എന്ന റൂബിയ ദേശീയ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും നിറഞ്ഞ് രാജ്യത്തിന്റെ കുഞ്ഞോമനയായി. മോദിയെ കെട്ടിപ്പിടിച്ച് ചിരിച്ചു നിൽക്കുന്ന നൈസയുടെ മുഖം വയനാട്ടിലെ ജനതയുടെ അതിജീവനത്തിന്റെ പ്രതീകമാണ്. ഉരുൾപൊട്ടലിൽ പരിക്കേറ്റ് മേപ്പാടി ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന നൈസയ്ക്ക് ഉമ്മ ജസീല മാത്രമാണ് ഇന്നുള്ളത്. ഉപ്പയും സഹോദരങ്ങളുമടക്കം ഉറ്റവരെയെല്ലാം ദുരന്തം കവർന്നു. ചെളിയിൽ കുടുങ്ങിയ നൈസയെ ബന്ധുവായ സ്ത്രീയാണ് ജീവിതത്തിലേക്ക് പതിയെ കൈപിടിച്ചുയർത്തിയത്. ഗുരുതരമായ പരിക്കേറ്റ് ചികിത്സയിലിരിക്കെയാണ് മകൾ രക്ഷപ്പെട്ട വിവരം ജസീല തിരിച്ചറിയുന്നത്. പ്രധാനമന്ത്രി വരുമ്പോൾ നമസ്തേ പറയണം എന്ന് ആരോ കുഞ്ഞിനോട് പറഞ്ഞിരുന്നു. പ്രധാനമന്ത്രി എത്തിയപ്പോൾ നൈസ കൈകൂപ്പി. തിരിച്ച് നമസ്തേ പറഞ്ഞ് മോദിയും കൈകൂപ്പി. അരികിൽ ചെന്ന് മോദി കൈ നീട്ടിയപ്പോൾ അവളും കൈ നൽകി. കട്ടിലിനരികിൽ നിന്ന് മോദി അവളെ ചേർത്ത് നിർത്തി തലോടി ലാളിച്ചു. നൈസ മോദിയുടെ താടിയിൽ പിടിച്ച് കളിക്കാൻ തുടങ്ങി. തൻ്റെ മുഖത്തും കണ്ണടയിലും കൗതുകത്തോടെ തലോടിയ നൈസയെ മോദി വാത്സല്യത്തോടെ ലാളിക്കുന്ന ദൃശ്യങ്ങൾ രാജ്യത്തിൻ്റെ ആകെ മനം കവർന്നു. മോദി ജസീലയുമായി സംസാരിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തു. നൈസ ഇപ്പോൾ ആശുപത്രി വാർഡിൽ ഓടി നടക്കുകയാണ്. കുഞ്ഞിനെ വാരിപ്പുണർന്ന് ദുഃഖം കടിച്ചൊതുക്കി കഴിയുകയാണ് ജസീല. ചൂരമുല സ്കൂൾ റോഡിൽ ഭാഗത്താണ് ഇവർ താമസിച്ചിരുന്നത്. നൈസയുടെ പിതാവ് ഷാജഹാനും സഹോദരങ്ങളായ ഹീന, ഫൈസ, മാതാപിതാക്കളായ മുഹമ്മദ് കുട്ടി, ജസീല, മുഹമ്മദ് കുട്ടിയുടെ സഹോദരൻ ഹംസ, 2 പേരക്കുട്ടികൾ എന്നിവരും വീടിനോടൊപ്പം ഒഴുകിപ്പോയി. അതേസമയം വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവർക്ക് വേണ്ടി ഇന്ന് നടത്തിയ തിരച്ചിലിൽ ഒരു മൃതദേഹവും 3 ശരീരഭാഗങ്ങളും കണ്ടെടുത്തു. നിലമ്പൂർ മേഖലയിൽ നടത്തിയ തിരച്ചിലിൽ ഒരു മൃതദേഹവും 1 ശരീരഭാഗവും, വയനാട് കാന്തൻപാറയ്ക്ക് സമീപത്തെ ആനടിക്കാപ്പിൽ നിന്ന് 2 മൃതദേഹങ്ങളും 1 ശരീരഭാഗവുമാണ് ഇതുവരെ കണ്ടെടുത്തിയത്. ഇതുവരെ ദുരന്തത്തിൽപ്പെട്ടവരുടെ 231 മൃതദേഹങ്ങളും 205 ശരീരഭാഗങ്ങളും കണ്ടെത്തി. ഞായറാഴ്ച വൈകിട്ട് നിലമ്പൂരിൽ നിന്ന് 1 മൃതദേഹം കണ്ടെത്തിയിരുന്നു. NDRF, ഫയർഫോഴ്സ്, സിവിൽ ഡിഫൻസ്, പോലീസ്, വനം വകുപ്പ് തുടങ്ങിയ സേനാ വിഭാഗങ്ങളുടെ നേതൃത്വത്തിലായിരുന്നു തിരച്ചിൽ. 7 സംഘങ്ങളായാണ് കലക്കൻപുഴ മുതൽ സൂചിപ്പാറ 3-ാം വെള്ളച്ചാട്ടം വരെ തിരച്ചിൽ നടത്തിയത്. ഫയർഫോഴ്സ്, NDRF, ഫോറസ്റ്റ്, സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ വിവിധയിടങ്ങളിലെ തിരച്ചിലിന് ഭാഗമാകുന്നുണ്ട്. ദുഷ്കരമായ ഇടങ്ങളിൽ സർക്കാർ ഏജൻസികളും ബാക്കിയുള്ള സ്ഥലത്ത് സന്നദ്ധ പ്രവർത്തകരുമാണ് തിരച്ചിൽ നടത്തുന്നത്. തിരിച്ചറിയാത്ത മൃതദേഹങ്ങളുടെയും ശരീരഭാഗങ്ങളുടെയും DNA പരിശോധനാ ഫലം ഇന്നു മുതൽ പുറത്തുവിട്ടു തുടങ്ങി. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന 90% പേരുടെ സാമ്പിളുകൾ നേരത്തെ ശേഖരിച്ചിരുന്നു. ഇവ ഒത്തുനോക്കിയാണ് മരിച്ചയാളുകളെ തിരിച്ചറിയുന്നത്.